നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഋഗുസുഖി കാന്തവപു സുലോചന കപാനിലാത്മ അസിതവക്രമൂർത്തജ. ശ്രീവരാഹമികരാചാര്യരുടെ ബൃഹജ്ജാതകം എന്ന ഗ്രന്ഥത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകത്തിലെ അവസാനത്തെ 2 വരികളാണിവ. ശുക്രന്റെ ഒരു രൂപരേഖയാണ് ആചാര്യൻ ഇവിടെ വരച്ച് കാണിക്കുന്നത്. ഭൃഗു എന്നാൽ ശുക്രനാണ്. ഭൗതിക സുഖങ്ങളെ തരുന്നവനും മനോഹരമായ ശരീരത്തോടു കൂടിയവനും സുന്ദരമായ കണ്ണുകളോട് കൂടിയവനും കഫവാത പ്രകൃതമുള്ളവനും കറുത്ത് ചുരുണ്ട തലമുടിയോട് കൂടിയവനുമാകുന്നു ശുക്രൻ. ഈ അർത്ഥമാണ് ആചാര്യൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ സൗന്ദര്യത്തെയും സൗന്ദര്യ സങ്കല്പങ്ങളെയും ശുക്രനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഇനി നമുക്ക് ശ്രീ മന്ത്രേശ്വരൻ്റെ ഫലദീപിക എന്ന ഗ്രന്ഥത്തിൽ ആചാര്യൻ ശുക്രനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം. സമ്പദ് വാഹന വസ്ത്രഭൂഷണ നിധി ദ്രവ്യാണി തൗരത്രികം ഭാര്യ സൗഖ്യ സുഗന്ധ പുഷ്പമദന വ്യാപാര ശയ്യാലയാൽ ശ്രീമത്വം കവിതാസുഖം ബഹുവധു സംഘം വിലാസം മതം സാരിഭ്യം സരസോക്തിമാഹ ബൃഹജാൽ ദുദ്ദോഹ കർമ്മോത്സവം. ഇവിടെ ആചാര്യൻ ബൃഹജാൽ എന്നുദ്ദേശിക്കുന്നത് ശുക്രനെയാണ്. സമ്പത്ത് എന്നാൽ എല്ലാവിധത്തിലുമുള്ള ഭൗതിക സാഹചര്യങ്ങളും ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കുക എന്നാണ് അർത്ഥം. സാമ്പത്തിക ഭദ്രത തന്നെ. വാഹനങ്ങളെയും വസ്ത്രങ്ങളെയും ശുക്രനെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഭൂഷണങ്ങൾ എന്ന് വെച്ചാൽ ആഭരണങ്ങളാണ്. അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെന്നും അർത്ഥമെടുക്കാം. നിധി എന്നാൽ നിധി തന്നെയാണ്. പണ്ടെങ്ങോ ആരോ സമാഹരിച്ചു വെച്ച ധനം എന്നർത്ഥം. നിധി ദ്രവ്യാണി എന്നാൽ നിധികൾ പോലെയുള്ള ദ്രവ്യങ്ങളാണ്. തൗരത്രികം എന്നാൽ സംഗീതം മുതലായ കലാവിഷയങ്ങളാണ്. ശുക്രൻ ഭാര്യയെയും സൂചിപ്പിക്കുന്നു. സൗഖ്യമെന്നാൽ സുഖം എന്നാണ് അർത്ഥം. ശുക്രൻ ഭൗതിക സുഖങ്ങളെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. സുഗന്ധ പുഷ്പമദന എന്നാൽ ശുക്രൻ സുഗന്ധങ്ങളുടെയും പുഷ്പങ്ങളുടെയും കാമസംബന്ധങ്ങളായ കാര്യങ്ങളുടെയും കാരകനാണ്. വ്യാപാര ശയ്യാലയാൽ, ഇതിൽ വ്യാപാരമെന്നാൽ കച്ചവടമാണ്. ശയ്യാലയാൽ എന്നാൽ ബെഡ്റൂമാണ്. ശ്രീമത്വം എന്നാൽ ഐശ്വര്യമാണ്. കവിതാസുഖം എന്ന് വെച്ചാൽ കവിത പോലെയുള്ള സാഹിത്യ സൃഷ്ടികൾ എഴുതുവാനും ആസ്വദിക്കുവാനുമുള്ള കഴിവാണ്. ബഹുവധു സംഘം എന്ന് വെച്ചാൽ ഒന്നിലധികം സ്ത്രീകളുമായിട്ടുള്ള കൂടിച്ചേരൽ എന്നാണ് അർത്ഥം. വിലാസം എന്നാൽ ഉല്ലസിക്കുക എന്നാണ്. മതമെന്നാൽ ലഹരി ഉണ്ടാക്കുന്ന വസ്തു എന്നാണ്. കാമാധിക്യം എന്ന് വേണമെങ്കിലും ഗ്രഹിക്കാം. സാരിഫ്യം എന്നാൽ മന്ത്രിത്വമാണ്. വ്യാഴത്തിനും ശുക്രനും ജ്യോതിഷത്തിൽ മന്ത്രിമാരുടെ സ്ഥാനമാണല്ലോ നൽകിയിരിക്കുന്നത്. സരസോക്തി എന്നാൽ സരസമായി സംസാരിക്കുക എന്നാണ്. മഹാബൃഗജാൽ എന്നാൽ ശുക്രനെ കൊണ്ട് പറഞ്ഞുകൊള്ളണം എന്നാണ് ആചാര്യൻ അർത്ഥമാക്കിയിരിക്കുന്നത്. ഉദ്ദോഹകർമ്മം എന്നാൽ വിവാഹ സംബന്ധമായ കാര്യങ്ങളാണ്. ഉത്സവം എന്നാൽ ആഘോഷങ്ങൾ തന്നെ. ഫലദീപികയിൽ മന്ത്രേശ്വരൻ ശുക്രനെ കൊണ്ട് ഇപ്രകാരമാണ് പരാമർശിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ശുക്രനെക്കുറിച്ചും കൂടി അടുത്തറിയാൻ ശ്രമിക്കാം. ബ്രഹ്മദേവന്റെ പുത്രനായ ഭൃഗു മഹർഷിക്ക് കർദമ പ്രജാപതിയുടെ പുത്രിയായ കയാതിയിൽ ജനിച്ച 2-ാമത്തെ പുത്രനാണ് ശുക്രാചാര്യർ. ഭൃഗു മഹർഷിയുടെ ആദ്യ പുത്രൻ ച്യവന മഹർഷിയാണ്. വളരെയധികം തപശക്തി നേടിയ ശുക്രമഹർഷി മഹാദേവനെ കഠിനമായി തപസ് ചെയ്ത് മൃതസഞ്ജീവനി എന്ന വിദ്യ സ്വന്തമാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവും പാണ്ഡിത്യവും കൊണ്ട് അദ്ദേഹം ആചാര്യ പദവിയിലേക്ക് ഉയരുകയും ചെയ്തു. അങ്ങനെ ശുക്രമഹർഷി ശുക്രാചാര്യർ എന്നറിയപ്പെടാനും തുടങ്ങി. ശുക്രാചാര്യരുടെ പത്നി ഊർജ്ജസ്വതിയാണ്. ദേവയാനിയാണ് മകൾ. നമ്മുടെ പുരാണങ്ങളിൽ അസുരഗുരുവായ ശുക്രാചാര്യരെക്കുറിച്ച് നിരവധി കഥകൾ തന്നെയുണ്ട്. നമുക്കിനി ശുക്രനിലേക്ക് തിരിച്ചു വരാം. ശുക്രനെക്കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരുമുണ്ടാകില്ല. ശനിയെക്കുറിച്ച് കേൾക്കുവാൻ എല്ലാവർക്കും ഭയമാണ്. എന്നാൽ ശുക്രനെക്കുറിച്ച് കേൾക്കുവാൻ എല്ലാവർക്കും ഇഷ്ടവുമാണ്. അതിന് കാരണം ശുക്രൻ സുതാര്യമായ സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. ശുക്രൻ എന്ന് പറഞ്ഞാൽ പ്രണയമാണ്. നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കൾക്കും ഒന്നിന് മറ്റൊന്നിനോട് പ്രണയമുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ ആധാരം പ്രണയമാണ്. പരസ്പരം പ്രണയമില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ തന്നെ ഒന്നും തന്നെ നിലനിൽക്കുന്നതല്ല. ഇത്രയും ഉദാത്തമായ ഈ പ്രണയത്തിൻ്റെ കാരകൻ ശുക്രനാണ്. ഈ ലോകത്തിലെ മനോഹരമായ വസ്തുക്കളൊക്കെയും ശുക്രനാണ്. ഈ പ്രപഞ്ചത്തിലെ നന്മകളുടെയും സ്നേഹത്തിൻ്റെയും ആധാരവും ശുക്രൻ തന്നെ. ശുക്രനില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. പ്രപഞ്ചം തന്നെ ഉണ്ടായിരിക്കുന്നതുമല്ല. നമുക്ക് ചുറ്റുമുള്ള സുന്ദരമായ വസ്തുക്കളെയെല്ലാം ശുക്രൻ സൂചിപ്പിക്കുന്നു. പ്രകൃതി രമണീയമായ കാഴ്ചകൾ, പൂക്കൾ, പൂമ്പാറ്റകൾ തുടങ്ങി മനസ്സിന് ആനന്ദം പകരുന്ന കാഴ്ചകൾക്കെല്ലാം കാരണഭൂതൻ ശുക്രനാണ്. സംഗീതം, നൃത്തം, കവിതകൾ, കഥകൾ തുടങ്ങി അനുവാചകരെ അവാച്യമായ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന അത്ഭുത പ്രതിഭാസമാണ് ശുക്രൻ. താളാത്മകമായിട്ടുള്ളതെന്തും ശുക്രനോട് ഉപമിക്കാം. വിജനമായ ഒരിടത്തിരിക്കുമ്പോൾ അകലെ നിന്നും ഒഴുകിയെത്തുന്ന കാറ്റിൽ
അലയടിക്കുന്ന സംഗീതവും ശുക്രനാണ്. നല്ലൊരു ശുക്രൻ്റെ സ്വാധീനമില്ലാതെ നമുക്ക് ഒന്നും ആസ്വദിക്കാനാവില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യമോ ഒരു പാട്ടിൻ്റെ സൗകുമാര്യമോ ഒരു പെർഫ്യൂമിൻ്റെ സുഗന്ധമോ എന്തിന് ഒരു നല്ല ഭക്ഷണം പോലും രുചികരമായി ആസ്വദിച്ച് കഴിക്കാനാവില്ല. ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ പ്രാധാന്യം. ഇതൊക്കെ കൊണ്ടാവാം ഈശ്വരൻ ഈ ശുക്രൻ്റെ ദിശ മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഇത്രമാത്രം നീട്ടി തന്നിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ കംഫർട്ട്, വെൽത്ത്, സൗന്ദര്യം, പ്രേമം, സുഖസമൃദ്ധി, വിവാഹം, പരസ്പര സ്നേഹം ഇതിൻ്റെ എല്ലാം കാരകൻ ശുക്രനാണ്. വ്യാഴം എന്ന ഗ്രഹം സമ്പത്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ ഒരു വ്യക്തിയുടെ ലൗകിക ജീവിതത്തിന് ആവശ്യമുള്ള പണത്തെ സൂചിപ്പിക്കുന്നത് ശുക്രനാണ്. വ്യാഴം സൂചിപ്പിക്കുന്നത് ഹ്യൂജ് മണിയെയാണ്, വലിയ സമ്പത്ത്, ബാങ്ക് ബാലൻസ് മുതലായവയൊക്കെയാണ്. എന്നാൽ ശുക്രൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ നിത്യവും ക്രയം ചെയ്യുന്ന പണത്തെയാണ്. ശുക്രൻ കറൻസിയെയാണ് സൂചിപ്പിക്കുന്നത്. സാധാരണ നമ്മൾ കാണുന്ന ധനാഢ്യന്മാരുടെ ജാതകത്തിൽ ശുക്രന് ബലമുണ്ടായിരുന്നാൽ മതി. ആഡംബരപൂർണമായ വീട്, വാഹനങ്ങൾ, അടിച്ചുപൊളിച്ചുള്ള ജീവിതം, പാർട്ടികൾ, ക്ലബ്ബുകൾ, സിനിമാശാലകൾ, നൃത്ത സംഗീത പരിപാടികൾ ഇവയിൽ കൂടിയൊക്കെയുള്ള ഒരു ജീവിതം തരുന്നത് ശുക്രനാണ്. ശുക്രൻ ലിക്വിഡ് ക്യാഷാണ്. വ്യാഴം തരുന്ന ധനം ഇവയ്ക്കും മുകളിലായിരിക്കും. നമ്മൾ ശതകോടീശ്വരന്മാർ എന്ന് പറയാറില്ലേ, അതുപോലെയുള്ള ആൾക്കാരാണ് വ്യാഴന് ബലമുള്ളവർ. ശുക്രനേക്കാൾ ആസ്തിയുള്ളവരാണെങ്കിലും അവർക്ക് ശുക്രനെ പോലെ അടിച്ചുപൊളിച്ച് ജീവിക്കുവാൻ സാധിക്കാറില്ല. ശുക്രൻ കറൻസിയെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണെന്ന് പറഞ്ഞുവല്ലോ. നമ്മുടെ സാലറി അക്കൗണ്ട്, വീട്ടിലുള്ള സ്വർണം, വെള്ളി, വില കൂടിയ വസ്തുക്കൾ, മനോഹരമായ വീട്, വില കൂടിയ വീട്ടുപകരണങ്ങൾ, ഇൻറ്റീരിയർ ഡെക്കറേഷൻ, സുഗന്ധവസ്തുക്കൾ, പെർഫ്യൂംസ്, ബ്യൂട്ടി, ഹാപ്പിനെസ്, നടീനടന്മാർ, പാട്ടുകാർ, കവിത, സാഹിത്യം, പൂന്തോട്ടം, കലാപരമായ പരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങൾ, ആഭരണങ്ങൾ, വസ്ത്രം, അലങ്കാരങ്ങൾ, ചമയങ്ങൾ, സെലിബ്രിറ്റീസ്, നാച്ചുറലായിട്ടുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, സ്ത്രീകൾ, ഭാര്യ, കാമുകി, മധുരം, പ്രണയം, ലൈംഗികപരമായ കാര്യങ്ങൾ ഇതെല്ലാം ശുക്രൻ്റെ കാരകത്വങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ നല്ലൊരു കലാകാരനോ കലാ ആസ്വാദകനോ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ശുക്രനുണ്ടെന്ന് മനസ്സിലാക്കണം. ഒരു വ്യക്തിയെ കാണാൻ നല്ല ഭംഗിയും ഒരു ഐശ്വര്യവും ഒക്കെ തോന്നുന്നുവെങ്കിൽ അയാൾക്ക് നല്ലൊരു ശുക്രൻ ഉണ്ടെന്ന് കണക്കാക്കാം. അധികം ഒരുങ്ങിയില്ലെങ്കിലും ഒരാളെ കാണാൻ നല്ല ഒരു ഭംഗിയുണ്ടെങ്കിൽ, അതായത് ഒരു നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടെങ്കിൽ അതിന് കാരണം ശുക്രനല്ല, അത് വ്യാഴനാണ്. ശുക്രൻ എന്ന് പറഞ്ഞാൽ ഒരു ചമഞ്ഞൊരുക്കമാണ്. ഇവർ മേക്കപ്പിലൂടെയും ഒരുക്കങ്ങളിലൂടെയുമാണ് തങ്ങളുടെ അഴകും ആകർഷകത്വവും നിലനിർത്തുന്നത്. ശുക്രൻ അല്പം ആഡംബരങ്ങളും ബഹളങ്ങളുമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇവർ പാർട്ടി പേഴ്സൺസാണ്. വിവാഹം, വിരുന്നുകൾ തുടങ്ങി 4 പേർ കൂടുന്നിടത്ത് അണിഞ്ഞൊരുങ്ങി പ്രത്യക്ഷപ്പെടുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പുതിയതും ആഡംബരപൂർണവുമായ വസ്ത്രങ്ങൾ ധരിക്കുവാൻ ഇവർക്കിഷ്ടമാണ്. ചില സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടില്ലേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി വസ്ത്രങ്ങൾ മാറി വരുന്നത്. ഇവരുടെ കയ്യിൽ ഒരു മേക്കപ്പ് ബോക്സും ഉണ്ടാകാം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശുക്രന് ജാതകത്തിൽ ബലമുള്ളവർ എല്ലാം ഇങ്ങനെ ആയിരിക്കും എന്നല്ല. ശുക്രന് കിട്ടുന്ന മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം കൂടി അനുസരിച്ചായിരിക്കും ഫലങ്ങൾ ഉണ്ടാകുന്നത്. ബലമുള്ള ശുക്രനുള്ളവർ ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതേപോലെ ഉള്ളവരായിക്കൊള്ളണമെന്നുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ചില കാര്യങ്ങളിലായിരിക്കും ചിലർക്ക് മുൻതൂക്കം കൂടുതലായി കാണപ്പെടുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ശുക്രന് ബലമുള്ളവർ നല്ല കലാകാരനായിരിക്കും, അതുപോലെ ശുക്രന് ബലമുള്ള വ്യക്തികൾക്ക് ലക്ഷറി ലൈഫ് ലഭിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. എന്നാൽ ഒരു വ്യക്തിക്ക് തന്നെ ഈ 2 കാര്യങ്ങളും ഒത്തുവരുവാൻ സാധ്യത കുറവാണ്. അതിന് കാരണം ജാതകത്തിലെ ശുക്രൻ്റെ പ്ലേസ്മെൻ്റാണ്. മാത്രമല്ല ശുക്രൻ ഏതു നക്ഷത്രത്തിൽ നിൽക്കുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ് ഇതൊക്കെ വിലയിരുത്തേണ്ടത്. ഇതുകൊണ്ടാണ് ബലമുള്ള ശുക്രനുള്ള 2 ജാതകക്കാരിൽ 2 തരത്തിലുള്ള പ്രത്യേകതകൾ കാണപ്പെടുന്നത്. എല്ലാ ഗ്രഹങ്ങൾക്കും മെച്യൂരിറ്റി എന്ന ഒരു അവസ്ഥയുണ്ട്. ശുക്രൻ്റെ മെച്യൂരിറ്റി ഏജ് 25 വയസ്സാണ്. എന്നുവെച്ചാൽ ഒരു വ്യക്തിക്ക് 25 വയസ്സാകുമ്പോഴാണ് അയാളുടെ ജാതകത്തിലെ ശുക്രൻ പൂർണ്ണ വളർച്ചയിലെത്തുന്നത്. ഒരു ഗ്രഹത്തിന് മെച്യൂരിറ്റിയിൽ എത്തുമ്പോൾ മാത്രമേ പൂർണ്ണമായ ഫലം തരുവാൻ സാധിക്കുകയുള്ളൂ. 25 വയസ്സിന് മുമ്പ് ശുക്രദശ വരുന്ന ഒരു വ്യക്തിക്ക് ശുക്രന് പറഞ്ഞിരിക്കുന്ന പൂർണ്ണമായ ഫലങ്ങൾ ലഭിക്കുവാൻ ഇടവരുന്നില്ല. ശുക്രദശ 20 വർഷമാണ്. ജാതകത്തിൽ ശുക്രൻ മോശം രീതിയിൽ നിന്നാലും നല്ല രീതിയിൽ നിന്നാലും ശുക്രദശയിലായിരിക്കും ഇതിൻ്റെ ഫലങ്ങൾ അനുഭവത്തിൽ വരിക. അതുപോലെ ഓരോ ഗ്രഹങ്ങൾക്കും അതിൻ്റേതായ ദശയിൽ മറ്റു ഗ്രഹങ്ങളുടെ അന്തർദശകൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ മറ്റു ഗ്രഹങ്ങളുടെ മഹാദശാകാലത്ത് ശുക്രൻ്റെ അന്തർദശ വരുന്ന കാലത്തും ശുക്രൻ്റെ ഫലങ്ങൾ ആ ജാതകൻ അനുഭവിക്കുവാൻ ഇടവരുന്നു. ഒരു വ്യക്തിയുടെ ജീവിതാഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്ന ഗ്രഹം ശുക്രനാണ്. നമുക്ക് ജീവിതാഭിവൃദ്ധി കിട്ടണമെങ്കിൽ ആദ്യം നമുക്ക് സമ്പത്തുണ്ടായിരിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ,
അടിസ്ഥാന സൗകര്യങ്ങൾ ഇതെല്ലാം നമുക്ക് നടത്തിയെടുക്കുവാൻ സമ്പത്ത് അത്യാവശ്യമാണല്ലോ. ഈ സമ്പത്തിനെ തരുന്നത് ശുക്രനാണ്. സമ്പത്ത് നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി അത് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുക വഴി നമുക്ക് മാനസികമായ ഒരു ആനന്ദം തരുന്നതും ശുക്രനാണ്. ഓരോ മനുഷ്യരും സന്തോഷം കണ്ടെത്തുന്നത് വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിൽ കൂടിയായിരിക്കും. ഇതിന് കാരണം ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ അഭിരുചികൾ ഉള്ളവരായതുകൊണ്ടാണ്. ഒരാളിന് പാട്ട് കേൾക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ മറ്റൊരാളിന് സിനിമ കാണുന്നതായിരിക്കും ഇഷ്ടം. ഇനി മറ്റൊരാൾക്ക് ഇത് രണ്ടിലുമായിരിക്കില്ല കമ്പം. അയാൾക്ക് ഗെയിം കളിക്കാനായിരിക്കും, അല്ലെങ്കിൽ പാർക്കിലും ബീച്ചിലുമൊക്കെ കറങ്ങി നടക്കാനായിരിക്കും ഇഷ്ടം. ഇത് ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങളാണ്. ശുക്രൻ ബലവാനാകുമ്പോൾ അവർക്ക് ഏത് വിഷയങ്ങളിലാണ് താല്പര്യം കൂടുതലുള്ളത് ആ മേഖലകളിലേക്ക് അവരുടെ മനസ്സും തിരിയുന്നു. മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത്. ശുക്രന് ബലമുള്ള ഒരാൾ തനിക്ക് സന്തോഷം കിട്ടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കും. ഇവർ നല്ല ഫാഷണബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. എപ്പോഴും അണിഞ്ഞൊരുങ്ങി നടക്കുവാനും ഇഷ്ടപ്പെടുന്നു. തനിക്കിഷ്ടമുള്ള വസ്തുക്കൾ പർച്ചേസ് ചെയ്യുവാനും ഇവർക്കിഷ്ടമാണ്. ഇവർ പെർഫ്യൂം പോലെയുള്ള സാധനങ്ങൾ, ആഭരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ മുതലായവ വാങ്ങുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എപ്പോഴും തൻ്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുവാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ശുക്രദിശയിലോ ശുക്രൻ്റെ അന്തർദശകളിലോ ആണ് ഇത്തരം പ്രവണതകൾ കൂടുതലായും കാണാൻ സാധിക്കുന്നത്. ശുക്രൻ ലഗ്നാധിപനാണെങ്കിലോ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുകയാണെങ്കിലോ ഇത്തരം ഒരു സ്വഭാവം ജന്മസിദ്ധമായി കണ്ടുവരാറുണ്ട്. എല്ലാവരിലും ഇത് കാണാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. കാരണം ഇവിടെയും ശുക്രൻ്റെ ശുഭാശുഭങ്ങളുടെ തോത് പ്രധാനമാണ്. ശുക്രൻ ജാതകത്തിൽ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ നിന്നാൽ ആ വ്യക്തിക്ക് സംഗീതം, കല, സാഹിത്യം, കവിത, സിനിമ, നാടകം ഇതിൽ ഏതെങ്കിലും വിഷയത്തിൽ താല്പര്യവും കഴിവും ഉണ്ടായിരിക്കും. എന്നാൽ ഈ കഴിവ് ഇവരുടെ ജീവിതത്തിൽ എത്രമാത്രം സക്സസ് ആകും എന്ന കാര്യം ശുക്രന് എത്രത്തോളം ബലമുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. കൂടാതെ മറ്റു ഗ്രഹങ്ങൾക്കും ഇക്കാര്യത്തിൽ വലിയൊരു പങ്കുണ്ട്. മറ്റു ഗ്രഹങ്ങളുടെ മോശമായ സ്വാധീനമുള്ളവരാണ് എത്ര തന്നെ കഴിവുണ്ടായിട്ടും ആ ഫീൽഡിൽ അത്രയൊന്നും പേരെടുക്കാതെയും വരുമാനമുണ്ടാക്കാതെയും ജീവിതം നയിച്ചു പോകുന്നത്. എന്നാൽ ഇതിൻ്റെ പകുതി പോലും കഴിവില്ലാത്തവരാണ് അവരുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ പൊസിഷനുകളെല്ലാം അനുകൂലമായി നിൽക്കുമ്പോൾ പ്രശസ്തിയുടെ കൊടുമുടിയിൽ ഉയർന്നു വരുന്നത്. ഇതിനെയാണ് ഒരാളുടെ യോഗം എന്ന് പറയുന്നത്. ശുക്രൻ ഭൗതികമായ സുഖങ്ങൾ തരുന്ന ഒരു ഗ്രഹമാണ്. മാത്രമല്ല നമ്മുടെ മനസ്സിനെ സന്തോഷകരമാക്കി വയ്ക്കുവാനും നമുക്ക് നല്ലൊരു ശുക്രൻ ആവശ്യമാണ്. നമുക്കുള്ളത് നല്ലൊരു ശുക്രനാണെങ്കിൽ നമ്മുടെ മുഖത്ത് അതിൻ്റേതായ ഒരു തേജസ് ഉണ്ടായിരിക്കും. ഇത് മറ്റുള്ളവരെ നമ്മിലേക്ക് ആകർഷിക്കുവാനിടയാക്കുന്നു. ശുക്രൻ സ്ത്രീകളെ സൂചിപ്പിക്കുന്നു. പുരുഷജാതകത്തിലായാലും സ്ത്രീജാതകത്തിലായാലും ജീവിത പങ്കാളിയെ സൂചിപ്പിക്കുന്നത് ശുക്രനാണ്. അതുകൊണ്ടാണ് ശുക്രന് 7ാം ഭാവത്തിൻ്റെ കാരകത്വം കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ശുക്രനുള്ള ഒരു വ്യക്തിക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം ലഭിക്കുന്നു. എന്നാൽ ജാതകത്തിൽ ശുക്രൻ മോശമായ അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണ്ടിവരും എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. പുരുഷ ജാതകത്തിൽ ശുക്രൻ മോശമായ രീതിയിൽ നിൽക്കുന്നവർ സ്ത്രീകളുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്തി പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ സ്ത്രീകൾ നിമിത്തം മാനഹാനി, അപമാനം മുതലായവ നേരിടാൻ സാധ്യതയുണ്ട്. ഇത് എപ്പോൾ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ശുക്രദിശ അല്ലെങ്കിൽ ശുക്രൻ്റെ അപകാരങ്ങളിലായിരിക്കും സംഭവിക്കുക. എന്നാൽ ശുക്രൻ ഒരു മോശമായ രീതിയിൽ ലഗ്നത്തിലൊക്കെ നിൽക്കുന്നവർക്ക് ജീവിതകാലം മുഴുവനും സ്ത്രീകളുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് കുടുംബത്തിനകത്തുള്ളവരോ പുറത്തുള്ളവരോ തൊഴിൽ മേഖലകളിലുള്ളവരോ ആകാം. നമ്മൾ സ്ത്രീകളോട് തമാശ രൂപത്തിൽ എന്തെങ്കിലും പറയുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടാതെ വരികയും അവർ പ്രകോപനപരമായി പ്രതികരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇത് പലതവണ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നമ്മുടെ ജാതകത്തിലെ ശുക്രൻ ശരിയായ രീതിയിൽ അല്ലാത്തതുകൊണ്ടാണ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന്. ഇത്തരക്കാർ സ്ത്രീകളോട് കൂടുതൽ അടുത്തിടപഴകുവാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ മറ്റു ചിലർ ഈ സ്ത്രീകളോട് എത്ര തന്നെ തമാശ പറഞ്ഞാലും കളിയാക്കിയാലും അവരോട് അവർക്ക് ദേഷ്യമൊന്നും തോന്നാറില്ലെന്ന് മാത്രമല്ല, അവർ അതിൽ എൻജോയ് ചെയ്യുന്നതും കാണാം. അതിന് കാരണം അയാളുടെ ജാതകത്തിലെ ശുക്രൻ്റെ നല്ല അവസ്ഥയാണ്. ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് സന്തോഷം പ്രകടിപ്പിക്കുവാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനും നമ്മുടെ ജാതകത്തിൽ നല്ലൊരു ശുക്രൻ കൂടിയേ കഴിയൂ. ഒരു സ്ത്രീയുടെ ജാതകത്തിൽ നല്ല നിലയിൽ നിൽക്കുന്ന ഒരു ശുക്രൻ ഉണ്ടെങ്കിൽ അവൾ ഭർത്താവിന് ഒരു താങ്ങും തണലുമായി എപ്പോഴും കൂടെ ഉണ്ടാകും. ഇവർക്ക് ഭർത്താക്കന്മാരെ വലിയ ഇഷ്ടമായിരിക്കും, നല്ല സ്നേഹവുമായിരിക്കും. ഇവർ വീടിൻ്റെ ഐശ്വര്യവുമായിരിക്കും. ശുക്രൻ സൂചിപ്പിക്കുന്ന ദേവത ലക്ഷ്മി ദേവിയാണല്ലോ. അപ്പോൾ ജാതകത്തിൽ ബലവാനായ ശുക്രനുള്ള സ്ത്രീകൾ ലക്ഷ്മി ദേവിയെപ്പോലെ ഐശ്വര്യം തുളുമ്പുന്നവരായിരിക്കും. ശുക്രന് ബലമുള്ള സ്ത്രീകൾ ഹൈലി എഫിഷ്യൻസി ഉള്ളവരായിരിക്കും. അത് വീട്ടുഭരണത്തിലായാലും ശരി, ഔദ്യോഗിക മേഖലയിലായാലും ശരി. ഉയർന്ന ഉദ്യോഗ മേഖലകളിൽ ചില സ്ത്രീകൾ ശോഭിക്കുന്നത് കണ്ടിട്ടില്ലേ? മാത്രമല്ല ബിസിനസ് മേഖലകളിൽ
ഉയർന്ന സ്ഥാനമാനങ്ങൾ കൈയടക്കുന്ന സ്ത്രീകൾക്കും നല്ലൊരു ശുക്രൻ ഉണ്ടായിരിക്കും. ഇവർ കർമ്മമേഖലകളിൽ ശോഭിക്കുകയും അതോടൊപ്പം സ്ത്രീ സഹജമായ ശാലീനത കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. കാര്യങ്ങളെ തന്മയത്വത്തോടെ തികഞ്ഞ അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്തു കൊണ്ടുപോകാൻ നല്ലൊരു ശുക്രന് കഴിയും. ശുക്രൻ ഒരു മനുഷ്യൻ്റെ വികാരങ്ങളെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. കാരകത്വ വിഷയങ്ങളിൽ ശുക്രനും ചന്ദ്രനും പല കാര്യങ്ങളിലും സമാനത കാണിക്കാറുണ്ട്. എങ്കിലും ചന്ദ്രനെ അപേക്ഷിച്ച് ശുക്രന് സുതാര്യത വളരെ കൂടുതലാണ്. ചന്ദ്രൻ ഒരു വൈശ്യഗ്രഹമാണ്. ചന്ദ്രൻ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ ചെറുതായിട്ടെങ്കിലും ഒരു ലാഭം പ്രതീക്ഷിക്കാറുണ്ട്. എന്നാൽ ശുക്രൻ അങ്ങനെയല്ല, തിരികെ പ്രതീക്ഷിക്കാതെ തന്നെ വാരിക്കോരി കൊടുക്കും. അതുകൊണ്ടാണ് ശുക്രൻ നിർമ്മലമായ പ്രണയത്തിൻ്റെ പ്രതീകമായി തീർന്നത്. ശുക്രൻ ഒരു വികാരമാണ്. ബലമുള്ള ശുക്രനുള്ള ഒരു ജാതകക്കാരനെ അല്ലെങ്കിൽ ഒരു ജാതകയെ നമുക്ക് വിശ്വസിക്കാം. കാരണം അവർ നമുക്ക് ഇടം തരുന്നത് അവരുടെ ഹൃദയത്തിനകത്താണ്. അവർ ഒരിക്കലും നമ്മെ ചതിക്കില്ല. ശുക്രൻ പ്രണയകാരകനും ചൊവ്വ സെക്സിൻ്റെ കാരകനുമാണ്. ജാതകത്തിൽ ശുക്രനും ചൊവ്വയും യോഗം ചെയ്യുന്നത് നന്നല്ല. ഇവർക്ക് ലൈംഗിക ആസക്തി കൂടുതൽ ഉണ്ടാവുകയും അതുവഴി പേരുദോഷങ്ങൾക്കിടവരുകയും ചെയ്യും. അതുപോലെ ശുക്രനും രാഹുവും യോഗം ചെയ്യുന്നതും നന്നല്ല. രാഹു ഒരു മായയാണ്. രാഹു ശുക്രനെ അമിതമായി ഭ്രമിപ്പിക്കുകയും അതുവഴി ആ വ്യക്തി പല ബന്ധങ്ങളിലും ചെന്ന് ചാടാനും ഇടവരും. ഇത് ജീവിതത്തിൽ വലിയ തിരിച്ചടികൾക്കും തകർച്ചകൾക്കും കാരണമാകും. ഇങ്ങനെ ഒരു യോഗം ജാതകത്തിൽ കാണുകയാണെങ്കിൽ ഭയപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരികയും അതിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്താൽ മതി. പല പ്രലോഭനങ്ങളും പല വഴിയിൽ നിന്നും ഉണ്ടാകും. അതിലൊന്നും വീണു പോകാതെ ഈശ്വര ചിന്തയോടെ തികഞ്ഞ ആത്മസംയമനത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു ദോഷവും സംഭവിക്കുന്നതല്ല. ഇതുപോലെ തന്നെയാണ് ശുക്രൻ മോശം സ്ഥാനത്തൊക്കെ നിൽക്കുമ്പോൾ മദ്യപാന ആസക്തി ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു സ്വഭാവമുണ്ടെങ്കിൽ അവരവരുടെ ജാതകത്തിലെ ശുക്രനെ ബലപ്പെടുത്തി വെച്ചാൽ മതി. ശുക്രൻ മോശം സ്ഥിതിയിൽ നിൽക്കുന്ന ചിലരിൽ ലൈംഗിക വൈകൃതങ്ങളും കണ്ടുവരാറുണ്ട്. ഇവരും നേരത്തെ തന്നെ ജാതകത്തിലെ ശുക്രനെ ബലപ്പെടുത്തി വയ്ക്കാനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്തു വയ്ക്കുക. ഒരു വ്യക്തിയുടെ ദാമ്പത്യത്തെ സൂചിപ്പിക്കുന്ന ഭാവം 7ാം ഭാവമാണല്ലോ. ശുക്രൻ 7ാം ഭാവത്തിൻ്റെ കാരകനുമാണ്. എങ്കിലും ശുക്രൻ 7ൽ വരുന്നത് നന്നല്ല. പൂർവ്വജന്മത്തിൽ ദാമ്പത്യപരമായ ഒരു പ്രശ്നം അയാൾക്കുണ്ടായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ പ്രശ്നത്തിന് ഉത്തരവാദി ഇയാളാണെന്നും മനസ്സിലാക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഈ ജന്മത്തിൽ ദാമ്പത്യപരമായ ക്ലേശങ്ങൾ അനുഭവിക്കുവാൻ ഇയാൾക്കിടവരും എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതിനാൽ ശുക്രൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നവരും 7ാം ഭാവാധിപനുമായി ശുക്രന് ജാതകത്തിൽ എന്തെങ്കിലും ബന്ധമുള്ളവരും പരിഹാരങ്ങൾ ചെയ്തു കൊള്ളേണ്ടതാണ്. ശുക്രൻ ഫിനാൻസിൻ്റെ ഇൻഡിക്കേറ്ററാണ്. ഒരു വ്യക്തിയുടെ ഫിനാൻസിൻ്റെ കാര്യമറിയാൻ ജാതകത്തിലെ ശുക്രൻ്റെ സ്ഥിതി മനസ്സിലാക്കിയാൽ മതി. ശുക്രന് പാപഗ്രഹങ്ങളുമായിട്ട് ഒരു ബന്ധം വന്നാൽ നമ്മുടെ കയ്യിൽ അധികമായി ലിക്വിഡ് ക്യാഷ് വയ്ക്കാതിരിക്കുന്നതാണ് ഉചിതം. കാരണം അങ്ങനെ വെച്ചിരുന്നാൽ ആ പണമെല്ലാം പെട്ടെന്ന് ചിലവായി പോകുന്നതാണ്. നമ്മൾ മനഃപൂർവ്വം ചിലവാക്കി കളയുന്നതല്ല, അതിന് ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചിലവ് വന്നു ചേരും. ഇങ്ങനെയുള്ള ആൾക്കാർ കയ്യിൽ അധികം കാശ് വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ക്രെഡിറ്റ് കാർഡ്, ATM, ഗൂഗിൾ പേ ഇതുപോലെയുള്ള രീതികൾ അവലംബിക്കുന്നത് നന്നായിരിക്കും. ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ശുക്രൻ്റെ സ്ഥിതി വെച്ച് അയാളുടെ സാമ്പത്തികപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. അപ്പോൾ ശുക്രൻ നിൽക്കുന്നത് ഏത് രാശിയിലാണോ, ഏത് ഭാവത്തിലാണോ ആ രാശിയുടെയും ഭാവത്തിൻ്റെയും കാരകത്വങ്ങൾക്കനുസരിച്ചുള്ള ഒരു മേഖലയിൽ നിന്നായിരിക്കും അയാൾക്ക് ധനം വന്നു ചേരുന്നത്. ഇവിടെ മറ്റു ഗ്രഹങ്ങളുടെ സ്വാധീനം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ശുക്രൻ്റെ നൈസർഗികമായ വയസ്സ് 25 വയസ്സാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. അപ്പോൾ ഒരു വ്യക്തി തൻ്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഒരു തൊഴിലിലൊക്കെ പ്രവേശിച്ചതിന് ശേഷം ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമായിരിക്കും ഇത്. 25 വയസ്സിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ പ്രോസ്പെരിറ്റിയെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത് നമ്മുടെ ജാതകത്തിലെ ശുക്രനാണ്. വീട്, വാഹനങ്ങൾ, ജീവിത പങ്കാളി, നല്ല വസ്ത്രങ്ങൾ, കലാപരമായ കാര്യങ്ങൾ തുടങ്ങി മറ്റുള്ളവരുടെ മുന്നിൽ നല്ല നിലയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുവാൻ നമ്മെ സഹായിക്കുന്നത് നല്ലൊരു ശുക്രനായിരിക്കും. പ്രത്യേകിച്ച് ശുക്രൻ്റെ ദശയോ അപകാരങ്ങളോ നടക്കുന്ന സമയത്ത്. അതുപോലെ ജാതകത്തിൽ ശുക്രന് മോശം സ്ഥിതിയാണുള്ളതെങ്കിൽ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതുമായിരിക്കും. മറ്റുള്ളവരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ശുക്രനാണ്. നമ്മിൽ ഉള്ളതിനേക്കാൾ നമ്മൾ അത് മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാറുമുണ്ട്. ശുക്രൻ ഒരു സെലിബ്രിറ്റിയാണ്. അതിന് എപ്പോഴും മറ്റുള്ളവരുടെ അറ്റൻഷൻ ആവശ്യമാണ്. അതിനാൽ ഇവർ തങ്ങളുടെ കയ്യിൽ വരുന്ന പണമെല്ലാം വളരെ ലാവിഷായിട്ട് വാരി വലിച്ച് ചിലവാക്കി ആസ്വദിച്ച് ജീവിക്കുന്നു. എന്നാൽ വ്യാഴൻ അങ്ങനെയല്ല, സൈലൻ്റ് നേച്ചറാണ്. വ്യാഴന് ബലമുള്ളവരുടെ കയ്യിൽ പണം വരുന്നത് മറ്റുള്ളവർ അറിയാറില്ല. മാത്രമല്ല ഇവരുടെ ആസ്തി എത്രയാണെന്ന് മറ്റുള്ളവർക്ക് ഒരു ഐഡിയയും ഉണ്ടാകാറുമില്ല. ഇവർക്ക് അമിതമായ സുഖഭോഗങ്ങളിലോ ആർഭാടങ്ങളിലോ താല്പര്യമുണ്ടാകാറുമില്ല. പക്ഷേ ശുക്രന് ബലമുള്ള 10 പേരെ വിലക്കെടുക്കുവാനുള്ള ആസ്തി ഇവർക്കുണ്ടായിരിക്കുകയും ചെയ്യും. ശുക്രൻ റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. നല്ല സൗഹൃദങ്ങളും ഷെയറിങ്ങും ഒക്കെ ശുക്രനാണ് സൂചിപ്പിക്കുന്നത്.
ചെറിയ കാലയളവിലേക്കുള്ളതും ദീർഘകാലത്തേക്കുള്ളതുമായ റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നതും ശുക്രൻ തന്നെ. ഒരാൾക്ക് മറ്റൊരാളോട് ഉള്ള റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതായിരിക്കും, അത് എത്ര കാലത്തേക്കുള്ളതായിരിക്കും, അതിൻ്റെ ആത്മാർത്ഥത എത്രയായിരിക്കും എന്നൊക്കെ അയാളുടെ ജാതകത്തിലെ ശുക്രനെ കൊണ്ട് മനസ്സിലാക്കും. രണ്ടുപേർ തമ്മിലുള്ള പ്രണയബന്ധങ്ങൾ എത്തരത്തിലുള്ളതാണെന്നും രണ്ടുപേരുടെയും ജാതകത്തിലെ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് മനസ്സിലാക്കാം. ഇവിടെ ഒരാൾക്ക് ശുക്രൻ അനുകൂല സ്ഥാനത്തും മറ്റേയാൾക്ക് പ്രതികൂല സ്ഥാനത്തുമാണെങ്കിൽ ബലമുള്ള ആളിൻ്റെ അത്ര ആത്മാർത്ഥത മറ്റേയാൾക്ക് ഇല്ല എന്ന് മനസ്സിലാക്കണം. രണ്ടുപേർക്കും നല്ലൊരു ശുക്രനാണെങ്കിൽ അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരിക്കും. ശുക്രൻ റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്നത് പോലെ ബിസിനസ്സിനെയും സൂചിപ്പിക്കുന്നു. ജാതകത്തിൽ ശുക്രന് ബലമുണ്ടെങ്കിലേ ഒരു ബിസിനസ്സിൽ ഇറങ്ങിയാൽ വിജയിക്കുകയുള്ളൂ. ശുക്രൻ പണത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണല്ലോ. അതിനാൽ ലാഭം പണമായി കിട്ടുന്ന ബിസിനസ്സുകളൊക്കെ ശുക്രനെ കൊണ്ട് പറയാം. നല്ല രീതിയിൽ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പുകളും ആവശ്യമുണ്ടല്ലോ. തൊഴിലാളികളോടും കസ്റ്റമറോടും ആ ബിസിനസ് സംബന്ധമായ അതോറിറ്റിയോടുമൊക്കെ നല്ല രീതിയിൽ പെരുമാറണമെങ്കിൽ നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കണമല്ലോ. ഈ ക്വാളിറ്റി നമുക്ക് തരുന്നത് നമ്മുടെ ജാതകത്തിലെ നല്ല ഒരു ശുക്രനാണ്. നമ്മൾ ചിലരെ കാണാറില്ലേ, സമൂഹവുമായിട്ട് യാതൊരു പ്രതിബദ്ധതയുമില്ലാതെയും മറ്റു വ്യക്തികളുമായി ആരോഗ്യപരമായ ഒരു ബന്ധമില്ലാതെയും സ്വാർത്ഥമതികളെപ്പോലെ ജീവിക്കുന്ന ചിലരെ. അവരുടെ ജാതകത്തിൽ ശുക്രന് മോശമായ ഒരു അലൈൻമെൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എല്ലാവരെയും പ്രതിഫലിച്ച കൂടാതെ സ്നേഹിക്കുവാൻ ശുക്രന് മാത്രമേ സാധിക്കാറുള്ളൂ. അവിടെ ശുക്രൻ സാമ്പത്തികമായ നേട്ടങ്ങളോ ശാരീരികമായ നേട്ടങ്ങളോ പ്രതീക്ഷിക്കാറില്ല. അതുകൊണ്ട് ഓരോ വ്യക്തികളും അവരവരുടെ ജാതകത്തിലെ ശുക്രനെ നല്ല രീതിയിൽ ആക്ടിവേറ്റ് ചെയ്യാൻ മറ്റുള്ളവരെ നിബന്ധനകളില്ലാതെ സ്നേഹിക്കേണ്ടതാണ്. ശുക്രൻ സ്നേഹമാണ്, സ്നേഹത്തിന് വേണ്ടിയുള്ള ത്യാഗമാണ്. ഇതുകൂടാതെ ശുക്രൻ ഷെയറിങ്ങിനെയും സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. അത് സ്നേഹമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളുമാകാം. ഭക്ഷണങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിക്കാറില്ലേ, അതുതന്നെ. ശുക്രൻ ആഡംബരങ്ങളുടെയും അലങ്കാരങ്ങളുടെയും ഗ്രഹമാണ്. ഒരുക്കങ്ങളുടെയും ഡെക്കറേഷൻ്റെയും ആള് ശുക്രൻ തന്നെ. പാർട്ടികൾ, എൻജോയ്മെൻറ്റുകൾ, ഇതും ശുക്രനാണ്. നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശുക്രനാണ്. അതായത് പാടുക, ഡാൻസ് ചെയ്യുക, ഗെയിം കളിക്കുക തുടങ്ങി നമ്മുടെ മനസ്സിന് ആനന്ദം പകരുന്ന ഏതൊരു വിഷയത്തിൻ്റെയും കാരണഭൂതൻ ശുക്രനാണ്. ഒരാളിനെ സംസാരത്തിലൂടെ വീഴ്ത്തി നമ്മുടെ വഴിക്ക് കൊണ്ടുവരുന്നതും ശുക്രനാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ മനസ്സിന് ആനന്ദം തരുന്നതെന്തും ശുക്രൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ ശാന്തമായി കൈകാര്യം ചെയ്യാനും അവയിൽ ഒരു ആത്മസംതൃപ്തി കിട്ടുകയും ചെയ്താൽ മനസ്സിലാക്കണം നമ്മുടെ ജാതകത്തിൽ ശുക്രൻ നല്ല നിലയിലാണ് നിൽക്കുന്നത് എന്ന്. തനിക്ക് അർഹതയുള്ളത് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്, അതിൽ ഞാൻ സംതൃപ്തനാണ് എന്ന തോന്നൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും നല്ലൊരു ശുക്രൻ തരുന്ന ലക്ഷണമാണ്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ സ്വന്തമായിട്ട് ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിലും നല്ലൊരു ശുക്രനാണ് നമുക്കുള്ളത് എന്ന സൂചനയാണ്. ശുക്രൻ ബലഹീനനായാലും അല്ലെങ്കിൽ അമിതമായി ബലവാനായാലും പ്രശ്നം തന്നെയാണ്. ശുക്രൻ ബലഹീനനായാൽ ഇത്തരക്കാർക്ക് സ്വാർത്ഥ ചിന്താഗതി കൂടുതലായിരിക്കും. ഒരു വിഷയത്തിൽ സ്വന്തമായിട്ട് ഒരു തീരുമാനമെടുക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. ഇനി അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ തന്നെ മിക്കവാറും അത് തെറ്റായിരിക്കാനാണ് സാധ്യത. ഇവർ പലരോടും ചോദിച്ചതിന് ശേഷമായിരിക്കും മിക്കവാറും ഒരു തീരുമാനമെടുക്കുക. ഇവർക്ക് അല്പം നിർബന്ധ ബുദ്ധി കൂടുതലായിരിക്കും. താൻ ആഗ്രഹിച്ചത് തന്നെ വേണം എന്നൊരു വാശി പലരും കാണിക്കാറുണ്ട്. സ്വന്തം അഭിപ്രായങ്ങൾക്കും തീരുമാനങ്ങൾക്കുമായിരിക്കും ഇവർ മുൻതൂക്കം കൊടുക്കുക. ഇവർ പല കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കാണാം. ശുക്രന് അമിതമായ ബലമുണ്ടെങ്കിൽ ഇവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ അമിതമായ പ്രാധാന്യം കൊടുക്കുന്നത് കാണാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ശുക്രൻ ജാതകത്തിൽ ബലമായി നിൽക്കുന്നവർ പുതിയതും ഭംഗിയുള്ളതുമായ വസ്ത്രങ്ങളെയും അലങ്കാരങ്ങൾ, ആഡംബര വസ്തുക്കൾ, പെർഫ്യൂംസ് ഇതിലൊക്കെ താല്പര്യമുള്ളവരായി കാണപ്പെടുന്നു. എന്നാൽ ശുക്രന് അമിതമായ ബലമുള്ളവർ ഇത്തരം കാര്യത്തിൽ ഒരു അഡിക്ഷനെ കാണിക്കുന്നതായി കാണപ്പെടാറുണ്ട്. ഇവർക്ക് ഇതൊക്കെ എത്ര കിട്ടിയാലും മതി വരാറില്ല. ആവശ്യത്തിന് എത്രയുണ്ടെങ്കിലും വീണ്ടും വീണ്ടും വാങ്ങിക്കൂട്ടും. ഇതുമാത്രമല്ല, ശുക്രൻ്റെ കാരകത്വങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഇവർക്കല്പം ആസക്തി കൂടുതലായിരിക്കും. ശുക്രൻ മോശമാകുന്ന കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെടും. ഇവർ പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമപ്പെടുന്നതായി കാണാം. അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് സങ്കടപ്പെടുക തുടങ്ങിയവ. ഇവർക്ക് പ്രണയ സംബന്ധമായ വിഷയങ്ങളിൽ ചില തിരിച്ചടികളും അതുമൂലം കടുത്ത നിരാശയും അനുഭവപ്പെടാം. ദാമ്പത്യപരമായി പ്രശ്നങ്ങളും ഉണ്ടാകാം. അണിഞ്ഞൊരുങ്ങി നടക്കാനോ നല്ല വേഷങ്ങൾ ധരിക്കാനോ ശരീരം വൃത്തിയായി സൂക്ഷിക്കുവാനോ ഇവർ മിനക്കെടാറില്ല. സ്ത്രീകൾക്ക് സ്ത്രീ സഹജമായ ഒരു ലജ്ജയും മര്യാദയുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. എന്നാൽ ഈ സാഹചര്യത്തിൽ അതെല്ലാം കൈമോശമാകുന്നു. ഇവർക്ക് സംഗീതം, സാഹിത്യം, കലകൾ ഇത്യാദി വിഷയങ്ങളിലുള്ള താല്പര്യം കുറയുന്നു. ലൈംഗികപരമായി താല്പര്യം കുറയുന്നു.
ഇനി ഒരു പക്ഷേ താല്പര്യമുണ്ടെങ്കിൽ കൂടിയും അതിനുള്ള അവസരങ്ങൾ നഷ്ടമാകുന്നു. ഗർഭാശയ സംബന്ധമായ അസുഖങ്ങളോ കിഡ്നി സംബന്ധമായ അസുഖങ്ങളോ മൂത്രാശയ സംബന്ധമായ അസുഖങ്ങളോ ഉണ്ടാകുന്നു. ഇത് ശുക്രൻ്റെ ദശ നടക്കുന്ന കാലത്തോ ശുക്രൻ്റെ അന്തർദശ നടക്കുന്ന കാലത്തോ ഗോചരത്തിൽ ശുക്രൻ പ്രതികൂല സ്ഥാനങ്ങളിൽ വരുമ്പോഴോ സംഭവിക്കാം. ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് ഒരാളിന് അനുഭവപ്പെടും എന്നല്ല, ഇതിൽ ഏതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാകും എന്നാണ്. ഇതിലേതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും പരിഹാരങ്ങൾ ചെയ്തു കൊള്ളണം. അല്ലെങ്കിൽ ജാതകത്തിൽ ശുക്രൻ മോശമായി നിൽക്കുന്നവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശുക്രന്റെ സമയം വരുന്നതിന് അല്പം മുമ്പ് തന്നെ പരിഹാരങ്ങൾ ചെയ്തു പോന്നാൽ ശുക്രനിൽ നിന്നുമുള്ള ദോഷമുണ്ടാകാതെ ഒരു പരിധിവരെ രക്ഷപ്പെട്ടു പോകാനാകും. പരിഹാരങ്ങൾ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. ശുക്രന്റെ ദശ 20 വർഷമാണ്. ഇതിൽ ആദ്യത്തെ 3 വർഷവും 4 മാസവും ശുക്രന്റെ തന്നെ അന്തർദശാകാലമാണ്. ഒരു ഗ്രഹത്തിന്റെ മുഴുവൻ ഫലങ്ങളും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ ഗ്രഹത്തിന്റെ ദശ നടക്കുമ്പോൾ അതിൻ്റെ തന്നെ അന്തർദശ കാലഘട്ടം. അത് നല്ലതായാലും ചീത്തയായാലും. ഈ 3 വർഷവും 4 മാസവും കൊണ്ട് തന്നെ ശുക്രന്റെ ദശ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഒരു ഏകദേശ ധാരണ കിട്ടിക്കഴിഞ്ഞിരിക്കും. എങ്കിലും കഴിഞ്ഞ 7 വർഷത്തോളം കേതുവിൻ്റെ ദശയുടെ കാഠിന്യത്തിൽ കൂടി കടന്നു വന്നവർക്ക് ശുക്രദശ കുറച്ച് ആശ്വാസകരമായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടതാണ്. നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കും എന്നുള്ളത് തന്നെയാണ് വാസ്തവവും. ഈ കാലത്ത് തൊഴിൽ നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകുന്നു. മറ്റുള്ളവരുടെ ഇടയിൽ മാന്യതയും സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കുന്നു. മേലധികാരികളിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നുമൊക്കെ അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്നു. വിവാഹപ്രായമായവർക്ക് വിവാഹം നടക്കുവാനും ഇടവരുന്നു. ജാതകത്തിൽ ശുക്രൻ മോശം സ്ഥാനത്ത് നിൽക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ശുക്രൻ മോശമാകുന്നവർ കടങ്ങൾ വാങ്ങുന്നതും കൊടുക്കുന്നതും കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് ഉചിതം. സ്വന്തം കുടുംബത്തിനകത്തും ജീവിത പങ്കാളിയോടും ബന്ധുക്കളോടും കലഹിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതിനാൽ ഈ കാലഘട്ടത്തിൽ മാക്സിമം ആത്മസംയമനം പാലിക്കുവാൻ ശ്രദ്ധിക്കുക. ദാമ്പത്യ കലഹങ്ങൾ ഡിവോഴ്സിൽ വരെ ചെന്നെത്താൻ സാധ്യതയുണ്ട്. അതിനാൽ നമ്മൾ തന്നെ മുൻകൈയെടുത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ സ്ഥിതിഗതികളെ ലഘൂകരിക്കുവാൻ നോക്കുക. ശുക്രന്റെ അന്തർദശ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് സൂര്യന്റെ അന്തർദശയാണ്. സൂര്യന്റെ അന്തർദശ 1 വർഷമാണ്. ഈ കാലഘട്ടം അനുകൂലമാകണമെങ്കിൽ ജാതകത്തിൽ സൂര്യൻ നല്ല നിലയിൽ നിൽക്കേണ്ടതാണ്. സൂര്യൻ അധികാരത്തെയും പദവിയെയും സൂചിപ്പിക്കുന്ന ഗ്രഹമാണ്. സർക്കാർ സംബന്ധമായ കാര്യങ്ങളെയും സൂര്യനാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ സൂര്യൻ പിതാവിനെയും സൂചിപ്പിക്കുന്നു. സൂര്യൻ അനുകൂല സ്ഥാനത്താണെങ്കിൽ ഈ കാര്യങ്ങളിൽ നിന്നും ശുഭഫലങ്ങളും അനുകൂലനല്ലെങ്കിൽ മോശം അനുഭവങ്ങളും ഉണ്ടാകുന്നു. ഈ കാലത്ത് ശുക്രപ്രീതികരമായ കാര്യങ്ങൾക്കൊപ്പം സൂര്യപ്രീതികരമായ കാര്യങ്ങളും ചെയ്തു കൊള്ളണം. ദശാനാഥനായ ശുക്രനും അപകാരനാഥനായ സൂര്യനും പരസ്പരം ശത്രുക്കളാണെന്ന കാര്യവും ഇവിടെ ഓർക്കേണ്ടതാണ്. മാത്രമല്ല ജാതകത്തിൽ ഇവർ തമ്മിലുള്ള പൊസിഷനുകൾ ഏതെല്ലാമാണെന്നും ഒക്കെ നോക്കണം. ഒരു കാരണവശാലും 6, 8, 12 ആക്സിസിൽ വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടം പരിഹാരത്തോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധയും കൊടുക്കുക. 1 വർഷത്തെ സൂര്യൻ്റെ അന്തർദശ കഴിഞ്ഞാൽ 1 വർഷവും 8 മാസവും ചന്ദ്രൻ്റെ അന്തർദശയാണ്. ദശാനാഥനായ ശുക്രൻ ഒരു ശുഭഗ്രഹമാണ്. അപകാരനാഥനായ ചന്ദ്രനും ഒരു ശുഭഗ്രഹമാണ്. അതിനാൽ ഈ കാലഘട്ടം ഒരു ശുഭത്വം പ്രതീക്ഷിക്കാം. ശുക്രന് ചന്ദ്രൻ ശത്രുവാണ്. എന്നാൽ ചന്ദ്രന് ശുക്രൻ ശത്രുവോ മിത്രമോ അല്ല. അമ്മ, വീട്, വാഹനം മുതലായ കാര്യങ്ങളിൽ നിന്നും ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാം. സ്ത്രീ സന്താനം ജനിക്കാനും ഇടയുണ്ട്. മനസ്സിന് സ്വസ്ഥത കിട്ടുന്ന സമയമായിരിക്കും. ശുക്രനും ചന്ദ്രനും സ്ത്രീഗ്രഹങ്ങളാകയാൽ ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ അഭിവൃദ്ധി ലഭിക്കുക. പുരുഷന്മാർക്ക് സ്ത്രീകളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നു. ബിസിനസ്സുകളിൽ നിന്നും നല്ല ലാഭവും പ്രതീക്ഷിക്കാം. അമ്മയിൽ നിന്നും നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. കുടുംബസ്വത്തൊക്കെ ലഭിക്കുവാൻ സാധ്യതയുള്ളവർക്ക് അത് ലഭിക്കുവാനും ഇടവരുന്നതാണ്. കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ കാലഘട്ടമായിരിക്കും ഇത്. മറ്റുള്ളവരുടെ സ്നേഹവും സഹകരണവും അംഗീകാരങ്ങളുമൊക്കെ ലഭിക്കുവാനും സാധ്യതയുണ്ട്. മറ്റുള്ളവർക്ക് നമ്മോട് ഒരു ഇഷ്ടം തോന്നുന്ന സമയമാണിത്. നമുക്കും മറ്റുള്ളവരുമായി ഇടപഴകാനും അതുവഴി മാനസികമായി ഒരു ഉല്ലാസമുണ്ടാക്കാനും ഇടവരുന്നു. ജാതകത്തിൽ ചന്ദ്രൻ മോശമായ സ്ഥാനത്താണെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മോശം ഇമേജ് ആയിരിക്കും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുക. മാനസികമായി ധാരാളം അസ്വസ്ഥതകൾ അനുഭവിക്കുവാനും ഇടവരുന്നു. മറ്റുള്ളവരിൽ നിന്നും ഉറ്റവരിൽ നിന്നും ഉടയവരിൽ നിന്നുമൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നു. ആരുടെയും സ്നേഹം കിട്ടുന്നില്ല എന്നൊരു തോന്നലും ഉണ്ടാകുന്നു. ഈ ഭൂമിയിൽ താൻ ഒറ്റയ്ക്കാണെന്ന ഒരു തോന്നലുണ്ടാകുന്നു. സ്ത്രീകൾ നിമിത്തം ചില പ്രശ്നങ്ങൾ ഈ അന്തർദശാകാലത്തുണ്ടാകാം. അതിനാൽ ജാതകത്തിൽ ശുക്രനും ചന്ദ്രനും തമ്മിൽ നല്ല ബന്ധത്തിലല്ല നിൽക്കുന്നതെങ്കിൽ അത്തരക്കാർ വളരെ സൂക്ഷിക്കണം. പ്രശ്നമുണ്ടാകാൻ സാധ്യത തോന്നിക്കുന്ന സ്ത്രീകളുമായിട്ട് ആരോഗ്യപരമായ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ഈ കാലഘട്ടത്തിൽ ഭദ്രകാളി ദേവിയെയോ യക്ഷിയമ്മയെയോ പ്രാർത്ഥിക്കുന്നത് ഗുണപ്രദമായിരിക്കും.
ചന്ദ്രദശ കഴിഞ്ഞാൽ 1 വർഷവും 2 മാസവും നീണ്ടു നിൽക്കുന്ന കുജാപകാരമാണ്. ശുക്രനും ചൊവ്വയും തമ്മിൽ മിത്രങ്ങളുമല്ല, ശത്രുക്കളുമല്ല. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ ജാതകത്തിലെ പൊസിഷൻ വളരെ പ്രധാനമാണ്. ശുക്രൻ മാനസിക തലങ്ങളെയും ചൊവ്വ ശാരീരിക ക്ഷമതയെയും സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളാണ്. ജാതകത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും നല്ല ഒരു ബന്ധമാണ് ഉള്ളതെങ്കിൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ കഴിയുന്നതാണ്. വർഷങ്ങളായി പരസ്പരം പ്രണയിച്ചിരുന്നവർക്ക് അവരുടെ പ്രണയ സാക്ഷാത്കാരം സംഭവിക്കുവാൻ സാധ്യതയുള്ള സമയമാണ്. അകലെ താമസിക്കുന്ന ദമ്പതികൾക്ക് പരസ്പരം ഒത്തുചേരാനും ജീവിതത്തെ ആസ്വാദ്യകരമാക്കി തീർക്കുവാനുമുള്ള അവസരം ഒരുങ്ങിയേക്കാം. ഭൂമി, സ്വർണം മുതലായവയുടെ ലാഭവും ഉണ്ടാകാം. ചൊവ്വയും ശുക്രനും നല്ല സ്ഥിതിയിലല്ല ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ ഈ കാലഘട്ടത്തെ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ പ്രണയ നൈരാശ്യം, അതുമൂലമുണ്ടാകുന്ന കോപം, പാക എന്നിവയുണ്ടാകാം. മദ്യപാന ആസക്തി, അസാൻമാർഗികമായ ലൈംഗിക തൃഷ്ണ, വഴിവിട്ട ബന്ധങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലൈംഗിക രോഗങ്ങൾ വരുവാനും അപകടങ്ങൾ സംഭവിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം മോശം സ്വഭാവത്തിനടിമയായി തീരും എന്നല്ല ഇവിടെ പറഞ്ഞതിനർത്ഥം. ജാതകത്തിൽ ലഗ്നവും ലഗ്നാധിപനുമൊക്കെ തരുന്ന ഒരു സൂചന ഉണ്ടായിരിക്കുമല്ലോ ഒരു വ്യക്തിയുടെ സ്വഭാവം ഏത് രീതിയിലായിരിക്കുമെന്ന്. അവിടെ മോശം ഒരു അലൈൻമെൻ്റ് ഉള്ളവരാണ് ഇത്തരം സാഹചര്യത്തിൽ വളരെ സൂക്ഷിക്കേണ്ടത്. അടുത്തു വരുന്നത് രാഹുവിൻ്റെ അന്തർദശയാണ്. രാഹുവിൻ്റെ അന്തർദശ 3 വർഷമാണ്. രാഹു ഒരു മായയാണ്. ശുക്രദശയിൽ രാഹുവിൻ്റെ അന്തർദശ വരുന്ന സമയം നമ്മുടെ ഉള്ളിൽ പല വിധത്തിലുള്ള മോഹങ്ങൾ രാഹു കൊണ്ടുതരുന്നതാണ്. ജാതകത്തിൽ രാഹുവും ശുക്രനും യോഗം ചെയ്ത് നിൽക്കുന്നത് നന്നല്ല. അങ്ങനെ യോഗം ചെയ്ത് നിൽക്കുകയും ഇവർ രണ്ടുപേരുടെയും ഒരു കാലഘട്ടം വരികയും ചെയ്യുമ്പോൾ പലതരത്തിലുള്ള കോംപ്ലിക്കേഷനുകൾ ജീവിതത്തിൽ ഉണ്ടാകും. ഈ സമയം സുതാര്യമല്ലാത്ത പല ബന്ധങ്ങളിലും ചെന്ന് ചാടുവാൻ ഇടവരുന്നു. ഈ സമയത്തുണ്ടാകുന്ന ഒരു ബന്ധങ്ങളെയും അത്ര കണ്ട് വിശ്വസിക്കാതിരിക്കുകയാണ് വേണ്ടത്. കാരണം ചതി പറ്റുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല, ഈ ഒരു അപകാരത്തിൽ ഒരു പ്രണയബന്ധം ഉണ്ടാവുകയാണെങ്കിൽ വളരെ ധൃതിപ്പെട്ട് അതിനെ ഒരു വിവാഹത്തിൽ കൊണ്ടെത്തിക്കരുത്. രാഹുവിൻ്റെ അന്തർദശ കഴിഞ്ഞ് വ്യാഴൻ്റെ അന്തർദശ വരുന്നത് വരെ കാത്തിരിക്കുക. ഈ കാലഘട്ടത്തിൽ പാർട്ണർഷിപ്പ് ബിസിനസ്സുകളൊന്നും ആരംഭിക്കരുത്. ഇപ്പോൾ വരുന്ന ഒരു ഇടപാടുകളും മതിയായ രേഖകളില്ലാതെ നടത്തരുത്. കബളിപ്പിക്കപ്പെടുവാനിടയുണ്ട്. റിലേഷൻഷിപ്പുകൾ ബ്രേക്കപ്പ് ആകുന്ന സമയമാണിത്. അതുവഴി കടുത്ത ഡിപ്രഷനും ഉണ്ടാകാം. മദ്യപാനം, മയക്കുമരുന്ന് തുടങ്ങിയ ശീലങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. ഈ കാലഘട്ടത്തിൽ ആത്മഹത്യാ പ്രവണത ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ രാഹുവും ശുക്രനും നല്ല ഒരു ബന്ധത്തിലാണെങ്കിൽ വിദേശയാത്രയ്ക്ക് അനുകൂലമായിരിക്കുന്നതാണ്. വിദേശ രാജ്യത്തു നിന്നും ഒരു വരുമാനം ലഭിക്കുവാനും ഇടയുണ്ടാകും. എയ്റോസ്പേസ്, ഇൻ്റർനെറ്റ്, സിനിമ, ഇലക്ട്രോണിക്സ് എന്നീ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്ന കാലമായിരിക്കും ഇത്. ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ്, ഫോട്ടോഗ്രാഫി, സിനിമാ മേഖലയിലെ സാങ്കേതിക മേഖലകൾ, ഗ്രാഫിക്സ്, അനിമേഷൻ മുതലായ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്കും മജീഷ്യന്മാർ, മെൻ്റലിസ്റ്റുകൾ, ഹീലർമാർ മുതലായവർക്കും അനുകൂലമായ സാഹചര്യമായിരിക്കും ഉണ്ടാകുന്നത്. ശുക്രദശയിൽ രാഹുവിൻ്റെ അന്തർദശ കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ അന്തർദശയാണ് ഇനി വരുന്നത്. 2 വർഷവും 8 മാസവുമാണ് വ്യാഴൻ്റെ അന്തർദശ കാലഘട്ടം. വ്യാഴം ഒരു ശുഭഗ്രഹമാണ്. ശുക്രനും ഒരു ശുഭഗ്രഹമാണ്. ഒരാൾ ദേവഗുരുവും മറ്റേയാൾ അസുരഗുരുവുമാണ്. രണ്ടുപേരും ആചാര്യന്മാരുമാണ്. വ്യാഴന് ശുക്രൻ ശത്രുവാണ്. എന്നാൽ ശുക്രന് വ്യാഴൻ സമനുമാണ്. വ്യാഴം നാച്ചുറലായ ബ്യൂട്ടിയെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. ശുക്രനാകട്ടെ അലങ്കാരങ്ങളെയും സൂചിപ്പിക്കുന്നു. വ്യാഴം യാഥാർത്ഥ്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ഗ്രഹമാണ്. അവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നുമില്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് രാഹുവിൻ്റെ അന്തർദശ കാലത്ത് ഉണ്ടാകുന്ന ബന്ധങ്ങളെ വ്യാഴൻ്റെ അന്തർദശ കാലം വരെ നീട്ടിക്കൊണ്ടുവരണമെന്ന്. രാഹുവിൻ്റെ അന്തർദശയിൽ നിന്നും വ്യാഴൻ്റെ അന്തർദശയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ഒരു പുകമറയിൽ നിന്നും പുറത്തേക്ക് വന്ന അനുഭവമായിരിക്കും. അവിടെ സത്യത്തെയും അസത്യത്തെയും നമുക്ക് തിരിച്ചറിയാനാകും. വ്യാഴം നമ്മുടെ മനസ്സിലും ചിന്തകളിലും പ്രവൃത്തികളിലുമെല്ലാം പോസിറ്റീവായ ഒരു വൈബ് കൊണ്ടുതരും. അറിവിൻ്റെ കാര്യത്തിലായാലും ആധ്യാത്മികതയുടെ കാര്യമായാലും ഒരു പോസിറ്റീവ് എനർജി വ്യാഴൻ തരുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമായ ഒരു കാലഘട്ടം തന്നെയാണിത്. ഒരു അധ്യാപകനാണ് നിങ്ങളെങ്കിൽ തൻ്റെ തൊഴിലിൽ സുദീർഘമായ സേവനങ്ങൾ കാഴ്ചവെക്കാനാകുന്നതാണ്. ശുക്രനും വ്യാഴനും ധനത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളാണ്. ജാതകത്തിൽ ഈ 2 ഗ്രഹങ്ങളും തമ്മിൽ നല്ല ഒരു ബന്ധത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അളവറ്റ ധനം ഈ സമയത്ത് വന്നു ചേരാനിടയുണ്ട്. വ്യാഴനും ശുക്രനും ശുഭഗ്രഹങ്ങളാകയാൽ ആ ധനം വന്നു ചേരുന്നത് സുതാര്യമായ മാർഗങ്ങളിൽ കൂടി ആയിരിക്കുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ വിവാഹപ്രായമായവർക്ക് നല്ല വിവാഹബന്ധങ്ങൾ വന്നു ചേരാനും സാധ്യതയുണ്ട്. സന്താന ഭാഗ്യം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ്. പുതിയ വീട് വയ്ക്കാനോ ഉള്ള വീട് മോടി പിടിപ്പിക്കുവാനോ പറ്റിയ സമയമാണിത്. വാഹനങ്ങൾ, വില കൂടിയ വസ്ത്രങ്ങൾ എല്ലാം വന്നു ചേരും. സമ്പത്തിൻ്റെ 2 അധിപന്മാർ ജാതകത്തിൽ നല്ല സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഇതുപോലെ അനുകൂലമായ ഒരു സാഹചര്യം ജീവിതത്തിൽ വേറെ വരാനിടയില്ല.
ജീവിത പങ്കാളി, സുഹൃത്തുക്കൾ, മാതാപിതാക്കൾ, ഗുരുക്കന്മാർ ഇവരുമായിട്ടൊക്കെ നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാനും അത് നിലനിർത്തി പോരാനും ഇവരുടെ കൂട്ടായ്മ നമ്മെ സഹായിക്കുന്നു. കല, സാഹിത്യം, സാംസ്കാരിക മേഖലകൾ തുടങ്ങിയവയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ കാലഘട്ടമായിരിക്കും ഇത്. ജ്യോതിഷം, പൂജകൾ മുതലായ ദൈവീകപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഉത്തമമായിരിക്കും ശുക്രദിശയിലെ വ്യാഴൻ്റെ അന്തർദശാ കാലഘട്ടം. ശുക്രനും വ്യാഴനും ജാതകത്തിൽ നല്ല നിലയിൽ നിൽക്കുന്നവരുടെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. എന്നാൽ ഇവ രണ്ടുപേരും തമ്മിൽ മോശമായ ഒരു പ്ലേസ്മെൻ്റാണ് ജാതകത്തിലുള്ളതെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും മോശം രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. വ്യാഴനും ശുക്രനും ഗുരുക്കന്മാരാണല്ലോ. അപ്പോൾ ഇവർ മോശമായി ജാതകത്തിൽ നിൽക്കുകയാണെങ്കിൽ ഈ സമയം നമ്മെ മോശമായി ഗൈഡ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിൽ ചെന്ന് പെടാനിടയുണ്ട്. നമുക്ക് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയാതെ പോകുന്നു. അപകീർത്തി, അപമാനം, തരം താഴ്ത്തപ്പെടൽ എന്നീ മോശം അനുഭവങ്ങളും ഉണ്ടാകാം. എങ്കിലും വ്യാഴൻ ഒരു സാത്വിക ഗ്രഹമാകയാൽ ഇത്തരം ദുർഘടങ്ങളിൽ നിന്നും വലിയ പരുക്കുകളൊന്നും കൂടാതെ നമ്മെ പരിരക്ഷിക്കുകയും ചെയ്യുന്നു. ശുക്രദശയിൽ ശനിയുടെ അന്തർദശ നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 3 വർഷവും 2 മാസവുമാണ്. ഇതും സുദീർഘമായ ഒരു കാലഘട്ടമാണ്. ശനി ഒരു പാപഗ്രഹമാണ്. അതിനാൽ ഈ കാലഘട്ടത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. വാദസംബന്ധമായ രോഗങ്ങളും ഡയബറ്റീസ്, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, നെർവ് സിസ്റ്റത്തെ ബാധിക്കുന്ന രോഗങ്ങൾ മുതലായവ ഈ കാലത്തുണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും പ്രായമായവരിൽ. അപകട സാഹചര്യങ്ങൾ ഉണ്ടാകാനിടയുള്ള ഒരു സമയവുമാണിത്. അതിനാൽ ശുക്രദശയിൽ ശനിയുടെ അന്തർദശ നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ട് മേഖല, ഈവന്റ് മാനേജ്മെൻറ്റ്, കല, സാഹിത്യ മേഖല ഇവിടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല അവസരങ്ങൾ പ്രതീക്ഷിക്കാം. ഈ സമയത്ത് വിദേശത്തു നിന്നും അവസരങ്ങൾ വന്നു ചേരാം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുക്കണം. ജാതകത്തിൽ ശനിയുടെ പൊസിഷൻ ശരിയല്ല എങ്കിൽ ഉചിതമായി പരിഹാരങ്ങൾ ചെയ്തു കൊള്ളേണ്ടതാണ്. ശനിയുടെ അന്തർദശ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ബുധൻ്റെ അന്തർദശയാണ്. ബുധൻ്റെ അന്തർദശ 2 വർഷവും 10 മാസവുമാണ്. ബുധനും ശുക്രനും ശുഭഗ്രഹങ്ങളാണ്. കൂടാതെ ബുധനും ശുക്രനും പരസ്പരം ബന്ധുക്കളുമാണ്. ജാതകത്തിലും ഇവരുടെ പ്ലേസ്മെൻറ്റുകൾ നല്ല നിലയിലാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നല്ല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. ബുധൻ ബുദ്ധിയുടെ കാരകനാണ്, വിദ്യയുടെയും കാരകനാണ്. ശുക്രദശയിൽ ബുധൻ്റെ അന്തർദശ നടക്കുന്ന സമയം ജാതകത്തിൽ ബുധനും ശുക്രനും തമ്മിൽ നല്ല സ്ഥാനത്തൊക്കെ വരികയും ഇവർ പരസ്പരം 6, 8, 12 ഭാവങ്ങളിൽ വരാതിരിക്കുകയും ചെയ്താൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ബുദ്ധിപരമായ പല തീരുമാനങ്ങൾ എടുക്കുവാനും അതുവഴി ജീവിതത്തിൽ പല വിധത്തിലുള്ള അഭിവൃദ്ധികളും നേടിയെടുക്കുവാനും സാധിക്കുന്നു. ഔദ്യോഗിക മേഖലയിലായാലും അതല്ല ബിസിനസ് മേഖലയിലായാലും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാണിക്കുവാൻ പറ്റുന്നതാണ്. വിദ്യാഭ്യാസപരമായി വളരെ മെച്ചമായ ഒരു സമയം കൂടിയായിരിക്കും ഇത്. പ്രത്യേകിച്ചും സംഗീതം, അഭിനയം, നൃത്തം തുടങ്ങിയ കലാരംഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ്. കലാ സാംസ്കാരിക മേഖലകൾ, ശില്പവിദ്യകൾ ഇവയിൽ പ്രവർത്തിക്കുന്നവർക്കും അക്കൗണ്ടൻസി, ഇലക്ട്രോണിക്സ്, ജേർണലിസം, ടെലികമ്മ്യൂണിക്കേഷൻ, മീഡിയ, ബാങ്കിംഗ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ലൊരു കാലഘട്ടമായിരിക്കും ശുക്രദശയിലെ ബുധാപകാരകാലം. വക്കീലന്മാർ, മോട്ടിവേഷണൽ സ്പീക്കർമാർ, ഇൻറ്റീരിയൽ ഡെക്കറേറ്റർമാർ, ബ്യൂട്ടീഷ്യന്മാർ, വസ്ത്രസുഗന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, നിയമജ്ഞന്മാർ ഈ വിഭാഗത്തിലുള്ളവർക്കും തൊഴിൽപരമായി ഗുണപ്രദമായ കാലഘട്ടമായിരിക്കും. കുടുംബത്തിനകത്ത് മംഗളകരമായ കാര്യങ്ങൾ നടക്കും. വിവാഹത്തിന് ശ്രമിക്കുന്ന ആൾക്കാർക്കും മനസ്സിനിണങ്ങിയ ഒരു പങ്കാളിയെ കണ്ടെത്തുവാനുമാകും. പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുവാനും പങ്കു കച്ചവടങ്ങൾക്കുമെല്ലാം അനുകൂലമായ കാലഘട്ടവുമാണ്. എന്നാൽ ജാതകത്തിൽ ബുധൻ്റെ പ്ലേസ്മെൻറ്റ് മോശമായ രീതിയിലാണെങ്കിൽ ഈ പറഞ്ഞ വിഷയങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഉണ്ടാകും. ബുധൻ കാലപുരുഷ ചാർട്ടിൽ 6ാം ഭാവത്തിൻ്റെ അധിപനാണ്. അതിനാൽ ബുധൻ അനിഷ്ടനായാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ കടങ്ങൾ, രോഗങ്ങൾ, ശത്രുതകൾ മുതലായവയെല്ലാം ഉണ്ടാകും. ഇത്തരം സാഹചര്യത്തിൽ പങ്കു കച്ചവടങ്ങൾക്കൊന്നും മുതിരരുത്. കലഹങ്ങൾ ഉണ്ടാകാനും ബന്ധുക്കളുമായിട്ടൊക്കെ വിരോധങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. ശുക്രദശയിൽ അവസാനം വരുന്ന അന്തർദശ കേതുവിൻ്റെ അന്തർദശയാണ്. 1 വർഷവും 2 മാസവുമാണ് കേതുവിൻ്റെ അന്തർദശാകാലം. ശുക്രൻ്റെ ദശയിൽ കേതുവിൻ്റെ അന്തർദശാകാലം അല്പം ബുദ്ധിമുട്ടുകൾ കൊണ്ടു തരുന്നതായിരിക്കും. കാരണം കേതു നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിലെ കർമ്മങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ്. ജന്മജന്മാന്തരങ്ങളായി നാം ചെയ്തു പോന്നിട്ടുള്ള പാപപുണ്യങ്ങളുടെ പ്രതിഫലനം ഈ സമയത്തുണ്ടാകും. ഇവിടെ നാം നമ്മുടെ കർമ്മങ്ങളെല്ലാം ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതായിരിക്കണം എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ നമ്മൾ മറ്റുള്ളവരോടൊക്കെ ഇടപെടുമ്പോൾ ഒരു ശ്രദ്ധ കൊടുക്കണം. കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും വളരെ ശ്രദ്ധിച്ചു വേണം. തീരുമാനങ്ങൾ എടുക്കുന്ന സമയം നല്ലതുപോലെ ആലോചിക്കണം. ആവശ്യമെന്ന് കണ്ടാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും ആരായുക. രോഗങ്ങൾ വരാതെയും ശത്രുതകൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കുക. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ശുക്രൻ വാഹനകാരകനും കേതു അപകടങ്ങളെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഗ്രഹവുമാണ്. ഇത് മാത്രമല്ല, ശുക്രദശയിലെ അവസാനത്തെ 6 മാസക്കാലം ദശാസന്ധിയുടെ ഒരു സമയവുമാണ്. ഈ ദശാസന്ധി
കേതുവിൻ്റെ അപകാര കാലത്താണെന്നുള്ളതിനാൽ വളരെ നല്ല ഒരു ശ്രദ്ധ വേണം. പൊതുവിൽ നോക്കുമ്പോൾ നീണ്ട 20 വർഷത്തെ ശുക്രദശ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ലൗകിക സുഖങ്ങൾ ലഭിക്കുന്ന കാലം തന്നെയായിരിക്കും. ശുക്രന് പറഞ്ഞിരിക്കുന്ന എല്ലാ ഗുണങ്ങളും ലഭിച്ചില്ല എങ്കിൽ കൂടിയും ഇതിൽ ചിലതെങ്കിലും ഈ മഹാദശയിൽ ലഭിച്ചിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. ശുക്രദശയിൽ നല്ല ഫലങ്ങൾ ലഭിക്കുവാൻ ശുക്രനെ പ്രീതിപ്പെടുത്തിക്കൊള്ളേണ്ടതാണ്. ശുക്രൻ സൂചിപ്പിക്കുന്ന ദേവതകൾ ലക്ഷ്മി ദേവി, അന്നപൂർണേശ്വരി, യക്ഷി, വിഘ്നേശ്വരൻ തുടങ്ങിയ ദേവതമാരാണ്. ജാതകത്തിലെ ശുക്രന്റെ സ്ഥാനം നോക്കിയിട്ടാണ് ഇതിൽ ഏത് ദേവതയെ പ്രാർത്ഥിക്കണം എന്ന് തീരുമാനിക്കുന്നത്. സ്വാഭാവികമായും ഈ ദേവതമാരിൽ ആരോടാണ് നമുക്ക് ഒരിഷ്ടം തോന്നുന്നത് ആ ദേവതയെ ഉപാസിച്ചു കൊള്ളുക. ശുക്രനെ ബലപ്പെടുത്തുവാൻ പ്രാർത്ഥനകൾ, വഴിപാടുകൾ, ദാനധർമാദികൾ, ഉപാസന ഇതെല്ലാം നല്ലത് തന്നെ. എങ്കിലും ലൗകികപരമായ കാര്യങ്ങളിൽ നമുക്കും ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ശുക്രൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ലക്ഷ്മി ദേവിയുടെ രൂപമാണല്ലോ. നമ്മൾ വൈകുന്നേരങ്ങളിൽ വീടിൻ്റെ മുറ്റമെല്ലാം അടിച്ചുവാരി വെള്ളം തളിച്ച് ഉമ്മറത്ത് ഒരു നിലവിളക്ക് കത്തിച്ചു വയ്ക്കുന്നത് എന്തിനാണ്? സാക്ഷാൽ മഹാലക്ഷ്മിയെ വരവേൽക്കാൻ. മഹാലക്ഷ്മി സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയാണല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിത്യവും ചെയ്താൽ അതുവഴി നമ്മുടെ ശുക്രൻ ആക്ടിവേറ്റ് ആവുകയും അതുവഴി ശുക്രൻ്റെ ഒരു പോസിറ്റീവ് എനർജി നമ്മിൽ ഫോം ചെയ്യുകയും ചെയ്യും. വൃത്തിയുടെയും ശുദ്ധിയുടെയും ദേവതയാണ് ലക്ഷ്മി ദേവി. അപ്പോൾ ഈ ലക്ഷ്മി ദേവിയുടെ ചൈതന്യം നമ്മിൽ കുടികൊള്ളണമെന്നുണ്ടെങ്കിൽ നമ്മളും വൃത്തിയോടെയും ശുദ്ധിയോടെയും നടക്കണം. നിത്യവും കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നടക്കണം. ഒരു കാരണവശാലും വൃത്തിഹീനവും മുഷിഞ്ഞതും ദുർഗന്ധം പരക്കുന്നതുമായ വസ്ത്രങ്ങൾ ധരിക്കരുത്. ചെറിയ രീതിയിൽ സുഗന്ധം നൽകുന്ന ക്രീമുകളോ പെർഫ്യൂമോ ഉപയോഗിക്കണം. മണമുള്ള ടാൽക്കം പൗഡർ ആയാലും മതി. പ്രഭാതത്തിൽ നേരത്തെ ഉറക്കമുണരണം. നമ്മുടെ നിത്യവൃത്തികൾ ക്രമമായി ചിട്ടയോടെ ചെയ്യണം. ചെറിയ രീതിയിലുള്ള വ്യായാമമോ യോഗയോ ആകാം. കൃത്യസമയത്ത് ലഘുവായ രീതിയിൽ ആഹാരം കഴിക്കുക. ആരോടും ക്ഷോഭിച്ച് സംസാരിക്കരുത്. കഴിയുന്നത്ര മുഖത്ത് ഒരു പുഞ്ചിരി വരുത്തുവാൻ ശ്രമിക്കുക. അന്നുള്ള ജോലികൾ കൃത്യമായും ഉത്തരവാദിത്വത്തോടെയും യഥാസമയം ചെയ്തു തീർക്കുക. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരെ തൻ്റെ ഗതിക്ക് തക്കവണ്ണം സഹായിക്കുക. മുതിർന്നവരെയും അറിവുള്ളവരെയും ബഹുമാനിക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ പാലിക്കുവാൻ സാധിച്ചാൽ പതിയെ പതിയെ നമ്മുടെ ജാതകത്തിലെ ശുക്രൻ ആക്ടിവേറ്റായി വരുന്നതാണ്. അതിന് എത്ര ദുർബലമായിരുന്നാൽ കൂടിയും. ഈ പറഞ്ഞ കാര്യങ്ങൾ ക്രമത്തിൽ പാലിച്ചു വരുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഉയർന്നു വരികയും സമൂഹത്തിൽ വിലമതിക്കാവുന്ന ഒരു തലത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്ന കാര്യം തീർച്ചയാണ്. ശുക്രനെക്കുറിച്ചുള്ള വിവരണങ്ങൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ശുക്രനെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രന്ഥങ്ങളിലൂടെയും ഗുരുക്കന്മാരിലൂടെയും സാധാരണ ജനങ്ങളുടെ അനുഭവത്തിലൂടെയും ആർജിക്കുന്ന വിലപ്പെട്ട അറിവുകൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.